ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഫേ ക്രാഫ്റ്റി കിച്ചൻ. ഈദ് മുബാറക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദപ്പൊടിയാണ്. ഇത് നമുക്കൊരു 3-4 തവണ ഒന്ന് സീവ് ചെയ്തെടുക്കണം, ഒട്ടും തരികളൊന്നും ഇല്ലാതെ. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ക്രസ്റ്റ് കമ്പനിയാണ്. നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ ഫുള്ളായിട്ട് സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 4 എഗ്ഗ് നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ ആ ക്യാപ്പിൽ തന്നെ 1.25 ക്യാപ്പ് വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 3/4 കപ്പ് ഓഫ് ഷുഗർ പൗഡർ ആഡ് ചെയ്യാം. ഞാൻ ഇത് ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഒരേ കപ്പിൽ തന്നെ മെഷർ ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു കപ്പിലാണ് ഇതെല്ലാം മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നനവില്ലാത്ത പാത്രമെല്ലാം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കേക്ക് പൊങ്ങില്ല. ഇനി നമുക്ക് കുറച്ചായി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഒരുമിച്ച് ആഡ് ചെയ്യരുത്, കുറച്ചായി ആഡ് ചെയ്യാം. ഇനി നമുക്കൊരു 1/4 കപ്പ് ഓഫ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫുഡ് കളർ തികച്ചും ഓപ്ഷണലാണ്. അത് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിലായിരുന്നു ആഡ് ചെയ്യേണ്ടത്. ഞാൻ മറന്നു പോയിട്ടാണ്. ഇനി നമുക്ക് നേരത്തെ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടിയും ഒരുമിച്ച് ആഡ് ചെയ്യാൻ പാടില്ല.
നമ്മൾ കേക്കിന് മിക്സ് ചെയ്യുമ്പോൾ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യണം, അല്ലാതെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് പൊങ്ങില്ല. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിയോട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇത്തിരി തിക്കായി പോയി കഴിഞ്ഞാൽ ഇച്ചിരി വാമായിട്ടുള്ള മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള ഒരു പാൻ എടുക്കാം. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഇച്ചിരി ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കപ്പ് കേക്കിൻ്റെ ഒരു മോൾഡാണ്. നിങ്ങൾക്ക് ബട്ടർ പേപ്പറും കപ്പ് കേക്കിൻ്റെ മോൾഡും ഇല്ലെന്നുണ്ടെങ്കിൽ A4 ഷീറ്റിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പാനിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് മുറിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള ആ ഒരു പാനിലേക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ടവൽ താഴെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതൊന്ന് നമ്മുടെ ബാറ്ററി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. 1 hour ബേക്ക് ചെയ്യേണ്ടത്. 45 minutes ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. മുകളിൽ വെന്ത പോലെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ സ്റ്റിക്ക് ആവുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഇച്ചിരി നേരം വെക്കാം. കേക്ക് ഇതാ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഒരു നൈഫ് യൂസ് ചെയ്ത് തൊട്ട് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാൻ വേണ്ടി ലെയർ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി ബീറ്ററിൻ്റെ വിസ്കും വിപ്പിംഗ് ക്രീം അടിക്കാനുള്ളൊരു ബൗളും കൂടി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്ന് തണുപ്പിച്ച് വെച്ചു. നമ്മുടെ വിപ്പിംഗ് ക്രീം അടിക്കുമ്പോൾ ഒന്ന് സ്റ്റിഫായി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം എന്ന് വെച്ചാൽ എക്കോട്രോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം.
ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ 2-3 ഡ്രോപ്സ് ഓഫ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ പൗഡറും ആഡ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിന് ഓൾറെഡി ഷുഗർ ഉണ്ട്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നമ്മൾ നല്ല രീതിയിൽ അടിച്ചെടുത്തത് നമ്മൾ പൊക്കി നോക്കിയിട്ട് താഴേക്കൊന്നും വീഴുന്നില്ല. ഇനി ഞാൻ നേരത്തെ കുറച്ച് ഷുഗർ പൗഡർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് ഷുഗർ സിറപ്പാക്കി മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗവിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഷുഗർ സിറപ്പ് യൂസ് ചെയ്യാം. ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു കൊട്ട വെച്ചിട്ടുണ്ട്. ടേണിംഗ് ടേബിളിന് പകരമായിട്ടാണ്. രണ്ടും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ബൗൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ട് ആക്കിയാൽ മതി. ഇനി ഞാൻ നേരത്തെ കേക്ക് വെച്ചിരുന്ന പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ താഴെ ഒരു ഇച്ചിരി വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ ഇത് മുകളിലത്തെ ലെയറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് നല്ല രീതിയിൽ വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്ത് ഐസിങ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ലെയർ കേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ചെയ്തെടുത്തോന്നിട്ട് തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും തേർഡ് ലെയർ എല്ലാം ചെയ്തെടുക്കാം. ഇനി ഞാൻ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് സൈഡിലൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്.
ഡെക്കറേഷൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് തന്നെ ഇത്താത്ത ഫോൺ താഴെയിട്ട് സ്ക്രീൻ പൊട്ടിച്ചു. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതും കൂടി ചെയ്തിട്ട് പോകണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.